മൊത്തം വെള്ളമാണ് ഇതിനകത്ത്. പെട്രോളിൻ്റെ അംശം ഭയങ്കര കുറവാണ്. എത്തനോളാണെന്നാണ് ഇവർ പറയണത്. എത്തനോളല്ലത്. ടാങ്കിന് എന്തോ പ്രശ്നമുണ്ട് ഇതിൻ്റെ. ഒരുപാട് വണ്ടികളായി ഇപ്പോൾ ഇത്. ഇപ്പോൾ ഒരു 4ാമത്തെ വണ്ടിയാണ് ഇപ്പോൾ ഞാൻ പണിയണത് കേട്ടോ. ഫുള്ള് വെള്ളമാണ് ഇതിനകത്ത്. ഈ 3-4 വണ്ടിയുടെ പെട്രോളാണിത്. മൊത്തം വേണടാ ഇത്രയും വെള്ളം. ഇതിനകത്ത് ഇത്രയും വെള്ളം വരും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. നിസ്സാര പെട്രോൾ ഉള്ളത്. രാവിലെ പെട്രോൾ അടിക്കാൻ വന്നതാണ്. പെട്രോൾ അടിച്ച് പോണ വഴിക്ക് വണ്ടി മിസ്സിങ് കാണിക്കായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ പേര് ഇതേപോലെ റോട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോക്കിലിട്ട് പോന്നപ്പോൾ വണ്ടി തട്ടിമുട്ടി പോകുന്നു. പമ്പിലെത്തിയപ്പോൾ അത്യാവശ്യം പേരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ. പിന്നെ പ്രശ്നമായി. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഒരു വർഷാപ്പാരെ വിളിച്ചു തരാമെന്ന് പറഞ്ഞ് വന്നാൽ ചേട്ടൻ പണി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പണിക്കാശൊക്കെ പോയി കിടക്കുകയാണ്. പണിക്കാശൊന്നും കിട്ടുമെന്ന് അറിയില്ല. ഒരുപാട് ദൂരത്തായിരുന്നു പണി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ പെട്രോൾ പമ്പിൽ നിന്നും പലപ്പോഴും പെട്രോൾ അടിച്ചതിന് ശേഷം മിസ്സിങ് കാണിക്കുന്ന സംഭവങ്ങൾ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഇന്നിപ്പോൾ മാളയെടുത്ത് പൊയ്യയിൽ അവിടെ പ്രവർത്തിക്കുന്ന ഒരു പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ച ഏകദേശം ഒരു 10ഓളം കാറുകൾക്കും 25ഓളം ബൈക്കുകൾക്കും മിസ്സിങ് കാണിച്ചു. അതായത് 100 മീറ്റർ ചുറ്റളവിലേക്ക് ഈ വണ്ടികൾ പോയി കഴിയുമ്പോൾ വണ്ടി നിൽക്കുന്നു. ഇവർ സംശയമായി. ഇവർ പറയുന്നത് ഈ അടിക്കുന്ന പെട്രോളിൻ്റെ അംശം വളരെ കുറവാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് യാത്രക്കാർ ഒരുപാട് ദുരിതത്തിലായി. ഈ സാധാരണക്കാരായ ആളുകളാണ് കാലത്ത് ഈ പണിക്ക് പോകുന്ന സാധാരണ തൊഴിലാളികൾ. കാലത്ത് 6 മണിക്കാണ് ഈ സംഭവം ശ്രദ്ധപ്പെടുന്നത്. കാലത്ത് തന്നെ ജോലിക്ക് പോകുന്ന ആളുകളാണ്, പെട്രോൾ അടിച്ച് കാലത്ത് തന്നെ ജോലിക്ക് പോകുന്ന ആളുകളാണ് ഈ ദുരിതത്തിലായത്. വാഹനങ്ങൾ മുഴുവനും പണി മുടക്കി വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടു. ആകെ പുലിവാലായി, പ്രശ്നമായി. യാത്രക്കാർ സംഗതികൾ അന്വേഷിക്കാൻ തുടങ്ങി. അവസാനം ഈ പമ്പ് താൽക്കാലികമായിട്ട് അടച്ചു. ഇപ്പോൾ പമ്പിൻ്റെ അധികൃതർ പെട്രോൾ പമ്പിൻ്റെ അധികൃതർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെട്രോൾ പമ്പിൻ്റെ ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ ദുരിതത്തിലായിട്ടുള്ള ഈ കാർ ഉടമകളും ബൈക്ക് ഉടമകളും ഒക്കെ തന്നെ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാലങ്ങളായിട്ട് ഈ പമ്പിനെതിരെ പരാതി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. നമുക്കറിയാം പല സ്ഥലങ്ങളിൽ നമുക്ക് വല്ല പിടിപാടുണ്ടോ? നമ്മൾ 105 രൂപ കൊടുക്കുന്നു, അല്ലെങ്കിൽ 150, 200 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പെട്രോൾ അടിക്കുന്നു. ഇതിൽ എന്തോരം പെട്രോൾ ഉണ്ടെന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കുക? ഇത് വാഹനം പണി മുടക്കിയപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. ഇതല്ല, നമ്മളുടെ വാഹനത്തിലെ പല സാധനങ്ങളും നശിച്ചു പോകാനായിട്ട് കാരണം വരും. പെട്രോളില്ലാതെ പെട്രോളിനേക്കാളും കൂടുതൽ സാധനങ്ങൾ കയറ്റിയിട്ടുള്ള സംഭവങ്ങൾ വന്നാൽ ചിലപ്പോൾ വണ്ടി ഓടും. ആ വണ്ടി ഓടുമെങ്കിലും ഈ സാധനം നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ പല നല്ല സാധനങ്ങളും നശിച്ചിരിക്കും. എന്തായിരുന്നാലും മാളയ്ക്കടുത്ത് പൊയ്യയിലെ ഈ പെട്രോൾ പമ്പ് ഇത് ഭയങ്കരമായിപ്പോയി. ഇത് കാണിച്ചു തരണം. നിങ്ങളിതിൽ കാണുന്നില്ലേ? പെട്രോളിൻ്റെ അംശത്തിൽ എന്തോരം പെട്രോൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന കുപ്പിയാണ് ഈ കാണുന്നത്. അതിലെന്തോരം ഉണ്ട് സംഭവം. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്തായിരുന്നാലും നാട്ടുകാർ സംഘടിച്ചു. അവർ കൃത്യമായി തന്നെ പരാതിപ്പെട്ടിരിക്കുന്നു. താൽക്കാലികമായിട്ട് പെട്രോൾ പമ്പ് അടച്ചിരിക്കുകയാണ്. സംഭവം പണി കിട്ടിയെന്നൊരു സംശയം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് നിങ്ങളുടെ പമ്പുകളിലൊക്കെ തന്നെ ഈ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നറിയില്ല. നിങ്ങൾ പെട്രോൾ അടിച്ചതിന് ശേഷം മിസ്സിങ് അനുഭവപ്പെടുന്നുണ്ട്, അതല്ലെങ്കിൽ പെട്രോളിന് ലീക്ക് അനുഭവപ്പെടുന്ന, പെട്രോൾ ടാങ്കിന് ലീക്ക് അനുഭവപ്പെടാന്ന് പറയില്ലേ, ഇതൊക്കെ എന്താ സംഭവം എന്നറിയോ? ഇത് പെട്രോളിൻ്റെ അംശം കുറഞ്ഞ് മറ്റു പല സാധനങ്ങൾ അടിച്ച് കയറ്റുന്ന പെട്രോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ ടാങ്കിൽ നിന്നും പെട്രോൾ പോകുന്ന പൈപ്പുകൾക്കൊക്കെ വലിയ കാര്യമായിട്ട് തകരാറ് സംഭവിച്ച് പെട്രോൾ ലീക്ക് ചെയ്യുന്നു, മറ്റ് പ്രശ്നങ്ങളുണ്ടാകുന്നു, മിസ്സിങ് കാണപ്പെടുന്നു. ഇതാണ് ഇപ്പോൾ പൊയ്യയിൽ സംഭവിച്ചിട്ടുള്ളത്.